നമ്മുടെ പ്ലാസ്റ്റിക് സർജറി ഡിപ്പാർട്ട്മെന്റിലും അതുകൂടാതെ ഓർത്തോ ഡിപ്പാർട്ട്മെന്റില് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലൊക്കെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രോബ്ലമാണ് കുട്ടികളുടെ വിരല് ഡോറിന്റെ ഇടയിലും അതുകൂടാതെ ഡ്രോവറിന്റെ ഇടയിലൊക്കെ കുടുങ്ങും. ഓഫ്കോഴ്സ് കുട്ടി നല്ല കരച്ചിലും നല്ല പെയിൻഫുളും ഒക്കെ ആയിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആ ട്രാപ്പായ ഫിംഗറിനെ വളരെ സൂക്ഷിച്ചിട്ട് ആ ഡോറിനെ മെല്ലെ ആ ഡോറോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡ്രോവറിനെ വളരെ സ്ലോ ആയിട്ട് അതിനെ റിലീസ് ചെയ്യുക. എന്നിട്ട് ആ ട്രാപ്ഡ് ആയ ഫിംഗറിനെ നമ്മൾ അതിന്റെ ഉള്ളിൽ നിന്ന് എടുക്കുക. എടുത്തതിന് ശേഷം പ്ലെയിൻ റണ്ണിങ് ടാപ്പ് വാട്ടറിന്റെ അടിയിൽ ഈ ട്രാപ്പ് ആയ പോർഷൻ നല്ലോണം വാഷ് ചെയ്ത് കൊടുക്കുക. ഓൾമോസ്റ്റ് ഒരു 10 to 20 മിനിറ്റ്സോളം വാഷ് ചെയ്താൽ അത്രയും നല്ലത്. വാഷ് ചെയ്തതിന് ശേഷം ഈ മുറിഞ്ഞ പോർഷനെ നല്ലൊരു കോട്ടന്റെ ഒരു തുണി വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ട് ഇമ്മീഡിയറ്റ്ലി അടുത്തുള്ള നല്ലൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് പ്രെഫറബിളി ഒരു പ്ലാസ്റ്റിക് സർജനെ മീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് എത്രയും പെട്ടെന്ന് അതിനെ റീവാസ്കുലറൈസ് ചെയ്ത് എത്രയും പെട്ടെന്ന് അതിനെ റിപ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നിയർ നോർമൽ ഫിംഗർ ആയിട്ട് നമുക്ക് അതിനെ തിരിച്ച് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഡോറിന്റെ ഇടയിൽ പെട്ടു എന്നിട്ട് ആ പോർഷൻ അങ്ങോട്ട് അറ്റുപോവാന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ റീവാസ്കുലറൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പ്രൊവൈഡഡ് അതിൽ കുറച്ച് പ്രീ കണ്ടീഷൻസും കൂടി ഉണ്ട്. അത് നിങ്ങൾ കാണുന്ന പ്ലാസ്റ്റിക് സർജൻ നിങ്ങളെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതായിരിക്കും. അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്കത് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും.